ഗ്രിഗറി 16 പാപ്പയാണ് വിശുദ്ധ ഫിലോമിനയെ അൾത്താര വണക്കത്തിനായി ഉയർത്തുക. പൗളിൻ ജാരിക്കോട്ട് എന്ന് പറയുന്ന തിരുസഭയെ സംബന്ധിച്ചിടത്തോളം പ്രൊപ്പഗാന്ത ഫിദെയ്, അതായത് വിശ്വാസ തിരുസംഘം, അതിൻ്റെ ആത്മായ സഹോദരിയാണ്, അതിൻ്റെ സ്ഥാപികയായിട്ടുള്ള ആത്മായ സഹോദരിയാണ് ഈ പൗളിൻ ജാരിക്കോട്ട്. അതുപോലെ തന്നെ ജപമാല സഖ്യങ്ങൾ സ്ഥാപിക്കുകയും ചെറുപ്പം മുതലേ തിരുസഭയിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഈ പൗളിൻ ജാരിക്കോട്ട് എന്ന സഹോദരി വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ വലിയ സുഹൃത്താണ്. ഈ സഹോദരിയാണ് വിശുദ്ധ ജോൺ മരിയ വിയാനിക്ക് പിൽക്കാലത്ത് വിശുദ്ധ ഫിലോമിനയുടെ തിരുശേഷിപ്പ് കൊടുക്കുകയും ഇവർ രണ്ടുപേരും ചേർന്ന് ഭയങ്കരമായ ഫിലോമിന ഭക്തി ഈ ഫ്രാൻസിലെല്ലാം പരത്തുകയും ചെയ്തു. ഈ പൗളിൻ ജാരിക്കോട്ട് എന്ന സഹോദരി ചെറുപ്രായത്തിൽ അവളുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയും മാർപ്പാപ്പയൊക്കെ വ്യക്തിപരമായി അറിയാവുന്ന ആളാണ്. ഈ ഗ്രിഗറി മാർപ്പാപ്പയൊക്കെ വ്യക്തിപരമായി അറിയാവുന്ന ആളാണ്. അവൾ പെട്ടെന്ന് രോഗിണിയാവുകയും ഹൃദ്രോഗത്തിലൂടെ മരണാസന്നയാവുകയും ചെയ്തു. അങ്ങനെ ഈ മുഞ്ഞോൾ എന്ന് പറയുന്ന സ്ഥലത്ത് വിശുദ്ധ ഫിലോമിനയുടെ തിരുശേഷിപ്പ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന പള്ളിയിലേക്ക് ഇവൾ രോഗസൗഖ്യത്തിനായി യാത്ര പുറപ്പെടുവാൻ തീരുമാനിക്കുന്നു. ഇതൊരു നീണ്ട യാത്രയാണ്. ഫ്രാൻസിൽ നിന്ന് വളരെ മഞ്ഞു മൂടിയ മലനിരകളിലൂടെ മരണാസന്നയായ പൗളിൻ ജാരിക്കോട്ട് യാത്ര ചെയ്യുക. ഇത് ഒരിക്കലും വൈദ്യൻ അനുവദിച്ച കാര്യമല്ല. ചുറ്റും നിന്നവർക്ക് പോലും ഒന്നെങ്കിൽ സൗഖ്യം അല്ലെങ്കിൽ മരണം എന്നുള്ളൊരു നിലപാടോടുകൂടി വിശുദ്ധ ഫിലോമിനയുടെ മാധ്യസ്ഥ ശക്തിയിൽ വലിയ ഒരു ധൈര്യവും ആശ്രയവും കാണിച്ചുകൊണ്ട് പൗളിൻ ജാരിക്കോട്ട് യാത്രയാവുക. റോമിലെത്തി മാർപ്പാപ്പയെ കാണുവാനായി മാർപ്പാപ്പയുടെ വസതിയിലേക്ക് യാത്ര ചെയ്യുവാൻ കഴിയാതെ അവിടെ ഒരു തിരുഹൃദയത്തിൻ്റെ സന്യാസിനിമാരുടെ ആശ്രമത്തിൽ പൗളിൻ ജാരിക്കോട്ട് തീരെ അവശ്യ നിലയിൽ കിടക്കുമ്പോൾ മാർപ്പാപ്പ നേരിട്ട് വന്ന് ഈ സഹോദരിയെ സന്ദർശിക്കുക. അപ്പോൾ മാർപ്പാപ്പ ചുറ്റുമുള്ളവരോടായി പറഞ്ഞു, ഇനി ഒരുപക്ഷെ നമുക്ക് പൗളിനെ വീണ്ടും കാണാൻ സാധിച്ചെന്ന് വരികയില്ല. എന്നിട്ട് മാർപ്പാപ്പ ഈ സഹോദരിയോട് ആവശ്യപ്പെടുകയാണ്, നീ സ്വർഗത്തിലെത്തിക്കഴിയുമ്പോൾ ഞങ്ങൾക്കെല്ലാം വേണ്ടി നീ മാധ്യസ്ഥം പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ആവശ്യപ്പെടുമ്പോൾ ഈ രോഗിണിയായ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തീർച്ചയായും മരിക്കുമെന്ന് കാണുന്നവർക്കും അതുപോലെ വൈദ്യശാസ്ത്രവും കൃത്യമായി വിധി എഴുതിയ ഈ സ്ത്രീ മാർപ്പാപ്പയോട് തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ സുഖപ്പെട്ടാൽ ഫിലോമിനയെ വിശുദ്ധ പദവിയിലേക്ക് അങ്ങ് ഉയർത്തുമോ? തീർച്ചയായും ഫിലോമിനയെ വിശുദ്ധയാക്കുന്നതിനുള്ള ഒരു തക്കതായ കാരണമായിരിക്കും അത് എന്ന് മാർപ്പാപ്പ ഉറപ്പ് നൽകിയ. അങ്ങനെ ഈ പൗളിൻ ജാരിക്കോട്ട് മിഞ്ഞോളിലെത്തുന്നു. ഏതാനും ദിവസങ്ങൾ കടന്നു പോകുന്നു. പരിശുദ്ധ കുർബാനയിലൊക്കെ സംബന്ധിക്കുന്നു. ഏറ്റി നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഈ സഹോദരി അവിടെ മുട്ടുകുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു, സാധിക്കുന്നില്ല. എല്ലാവരുടെ മുമ്പിൽ കുഴഞ്ഞു വീഴുന്നു. കണ്ടു നിൽക്കുന്നവർ പോലും ഇങ്ങനെ ഒരു കാര്യമാണ് പ്രാർത്ഥിച്ചതെന്ന് പറയുക വിശുദ്ധ ഫിലോമിനയോട്. നീ സത്യമായും വിശുദ്ധയാണെങ്കിൽ, നീ സത്യമായും ഉണ്ടെങ്കിൽ ഈ സഹോദരിക്ക് നീ സൗഖ്യം കൊടുക്കുക. ആ ഒരു നിലയിൽ ജനം പ്രാർത്ഥിച്ചു തുടങ്ങി. കാരണം ഇവർക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അത്ര തീക്ഷ്ണമായിരുന്നു പൗളിൻ ജാരിക്കോട്ടിൻ്റെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ബലി നടക്കുന്നതിനിടയിൽ അവരുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ ഈ പൗളിൻ ജാരിക്കോട്ടിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രകടമായ രീതിയിൽ ഈ സഹോദരി തളർന്നു കിടന്നവൾ എഴുന്നേറ്റ് നിന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തി അവൾ മുന്നോട്ട് നീങ്ങി. പരിപൂർണമായി സൗഖ്യപ്പെട്ടു. തിരിച്ചു റോമിലേക്ക് വന്ന് പരിശുദ്ധ സിംഹാസനത്തിലേക്ക് അവൾ തന്നെ നട കയറി ചെന്നു. മാർപ്പാപ്പയെ നേരിട്ട് കണ്ട് അവളുടെ രോഗസൗഖ്യത്തെ ബോധ്യപ്പെടുത്തി. മാർപ്പാപ്പ അവളോട് 1 വർഷക്കാലം റോമിൽ തന്നെ താമസിക്കാൻ ആവശ്യപ്പെട്ടു. കാരണം
പിഴവ് സംഭവിക്കാതിരിക്കാൻ, ഒരുപക്ഷെ ഈ സൗഖ്യം താൽക്കാലികമാണെങ്കിലോ, അങ്ങനെ അതിന് പൗളിഞ്ചാരിക്കോട്ട് സമ്മതം മൂളുകയാണ്. അങ്ങനെ ഈ ഒരു അത്ഭുതം മാർപ്പാപ്പ നേരിട്ട് കാണുകയും പരിശുദ്ധ സിംഹാസനം അതിനെ നേരിട്ട് ബോധ്യപ്പെടുകയും അനവധി അത്ഭുതങ്ങളുടെ വലിയ പരമ്പര അവർക്ക് ബോധ്യപ്പെടുകയും, ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ നീണ്ട കാലത്തെ വിശ്വാസികളുടെ വിശ്വാസ അനുഭവത്തെ സഭ തള്ളിക്കളയാൻ തയ്യാറല്ലാത്തത് കൊണ്ട് സഭയുടെ അപ്രമാദിത്യ വരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് ഒരാളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുക എന്നുള്ളത്. അത് പിന്നീട് മാറ്റിപ്പറയുവാൻ സാധിക്കുന്ന കാര്യമല്ല. അത്ര ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമാണ് ഒരാളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുക. അങ്ങനെ വിശുദ്ധ ഫിലോമിന ലോകത്തിന് ഒരു സമ്മാനം പോലെ ലഭിക്കുകയാണ്. ഗ്രിഗറി 16 പാപ്പ 19-ാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധയായി വിശുദ്ധ ഫിലോമിനെ ഉയർത്തുകയാണ്.